ഹായ് ഹലോ വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതി KSRTC ട്രിപ്പിൻ്റെ ഫൈനൽ പാർട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി 6 പാർട്ടുകൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരണം. കൂട്ടത്തിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ നമ്മൾ കേശവൻപാറ വ്യൂ പോയിൻറ്റിന് ശേഷം നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. നെല്ലിയാമ്പതി ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുജീബ് ക നല്ല ഗാനം ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്. മുജീബ് ഖായുടെ ഒരുപാട് പാട്ടുകൾ നമുക്ക് ഈ യാത്രയിൽ അനുഭവിക്കാൻ അവസരമുണ്ടായി. അതേപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് നന്നായി പാടുന്ന ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ ഒരുപാട് മികച്ച പാട്ടുകൾ നമുക്ക് വേണ്ടി ആലപിക്കുകയുണ്ടായി. അതൊക്കെ ആസ്വദിച്ച് നമ്മൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ ഡിപ്പോയിൽ നിന്നാണ് ഈ യാത്ര പോയിട്ടുള്ളത്. പെരിന്തൽമണ്ണ ഡിപ്പോയിൽ നിന്ന് KSRTCയിൽ യാത്ര ആരംഭിച്ചു 5:30 രാവിലെ. അതിപ്പോൾ ഏകദേശം ഒരു 5:30-6 മണി ആവാൻ പോകുന്നു. ആ ഒരു സമയത്ത് നമ്മൾ നെല്ലിയാമ്പതി ചുരമൊക്കെ ഇറങ്ങി നമ്മൾ നേരെ പോത്തുണ്ടി ഡാമിലേക്കാണ് പോകുന്നത്. പോത്തുണ്ടി ഡാമിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മളൊരു 7 മണിയോടുകൂടി നമ്മളിവിടുന്ന് യാത്ര തിരിക്കുകയാണ്. അറുമുഖേട്ടനാണ് നമ്മളെ സാരഥി. അറുമുഖേട്ടൻ്റെ അനായാസകരമായ ഡ്രൈവിംഗ് സ്കിൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചുരത്തിലൂടെ ഇത്രയും വലിയൊരു വണ്ടി ഈ ഒരു രീതിയിലൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ അസാമാന്യ കഴിവ് തന്നെ വേണം. അത് അടിപൊളിയായിട്ട് മൂപ്പർക്കുണ്ട്. മൂപ്പര് അടിപൊളിയായിട്ട് നമ്മളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരെന്ന് പറഞ്ഞാൽ അത്രയും കിടിലനായിട്ടുള്ള 2 പേരാണ്. അത് നിങ്ങൾക്ക് യാത്ര പോകുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് യാത്ര പോകാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി പോകുന്നപ്പോൾ നമ്മളെ കബാലിയ പടയപ്പയാന്ന് എനിക്കറിയില്ല. അപ്പോൾ അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. നമ്മൾ നെല്ലിയാമ്പതി ഭാഗത്തുള്ളതാരാ. അപ്പോൾ നമ്മളെ വഴിയൊന്ന് തടഞ്ഞിട്ടുണ്ട്. റോട്ടിലിറങ്ങി നിൽക്കുകയാണ്. റോട്ടിലിറങ്ങി എന്തോ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിലും ബ്ലോക്കാണ്, ഇപ്പുറത്തെ സൈഡിലും ബ്ലോക്കാണ്. അപ്പോൾ ആ റോട്ടിൽ നിന്ന് കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഫോറസ്റ്റുകാരൊക്കെ വന്നതിന് ശേഷം ആന അവിടുന്ന് കയറി പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, യാത്ര പുനരാരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ വരുമ്പോൾ കാണാം അവിടുന്ന് എന്തോ താഴോട്ട് റോട്ടിലേക്ക് വലിച്ചിട്ടിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കഴിച്ചതിന് ശേഷം കയറി പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ മുന്നോട്ട് യാത്ര പുനരാരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നെല്ലിയാമ്പതി ചുരമൊക്കെ ഇങ്ങനെ മുന്നോട്ട് വന്നിട്ട് നമ്മൾ പോത്തുണ്ടി ഡാമിലേക്കുള്ള യാത്രയിലാണ്. പോത്തുണ്ടി ഡാമാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഇത്തരം യാത്രകൾ KSRTCയിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാസത്തേക്ക് അവരുടെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ചാർട്ടും ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ മാസം അവർക്ക് ചാർട്ടുകൾ ഉണ്ടാവും. അത് മുജീബ് സാറിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ യാത്രകൾ അതിമനോഹരമാണ്. KSRTCയുടെ യാത്രകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ കാറിലോ ബൈക്കിലോ ഒന്നും പോകുന്ന പോലെ അല്ല. നമുക്ക് നല്ല വ്യൂ ആണ്. നമ്മൾ ഹൈറ്റിലിരുന്നുള്ള കാഴ്ചകളാകുമ്പോൾ നമുക്ക് നല്ല വ്യൂ കിട്ടും. നിങ്ങൾക്ക് ഈ വ്യൂ ഒക്കെ ചിത്രീകരിച്ച് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമുക്ക് അത്രത്തോളം വൈഡായിട്ടുള്ള വ്യൂ നമുക്ക് ഈ ഒരു യാത്രയിൽ അതിമനോഹരമായിട്ട് കിട്ടും. അപ്പോൾ അതൊന്നും മിസ് ചെയ്യരുത്. ഈ ഒരു യാത്ര നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും പോയി നോക്കണം. ഒരു തവണ പോയാൽ പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാനുള്ളൊരു ആഗ്രഹം വരും. ഇതിൽ ലേഡീസ് മാത്രമാണെങ്കിലും ഒരാൾ ഒറ്റയ്ക്കാണെങ്കിലും ഒരാൾ ഫാമിലി ആയിട്ടാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്ന, ധൈര്യമായിട്ട് പോകാൻ പറ്റുന്ന ഒരു യാത്രയാണ്. അത്രയും കെയർ തരുന്ന ആളുകളാണ് നമ്മൾ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ പോത്തുണ്ടി ഡാമിൽ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അകത്തേക്ക് പ്രവേശിച്ച് അകത്ത് ആദ്യം തന്നെ നമുക്കൊരു ഗാർഡനാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഗാർഡനിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ചിൽഡ്രൻസിനുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് ഒക്കെ കാണുന്നതിന് മുമ്പ് ഞാൻ നേരെ കയറിയത് ഡാമിന് മുകളിലേക്കാണ്. ഡാമിന് മുകളിൽ കയറി നമ്മൾ റിസർവറിൻ്റെ ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അടിപൊളി അതിമനോഹരം എന്ന് പറയാവുന്നൊരു ഏരിയ തന്നെയാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതല്ല, അവിടെ കാണാൻ കഴിയുന്ന കാഴ്ച അതിമനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് നേരം കാറ്റൊക്കെ കൊണ്ട്, പിന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഈവനിങ് സമയമാണ്. ഈ ഈവനിങ് സമയത്ത് നല്ല തിരക്കുള്ള സമയമാണ്. ഒരുപാട് ആളുകൾ ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നെല്ലിയാമ്പതി ട്രിപ്പ് ഏകദേശം എല്ലാവരുടെയും നെല്ലിയാമ്പതി ട്രിപ്പിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പോത്തുണ്ടി ഡാം തന്നെ ആയിരിക്കും. കാരണം ഡാമിൻ്റെ ഒരു കാഴ്ചകൾ ആസ്വദിക്കാൻ നമുക്ക് എപ്പോഴും ഒരു 4 മണിക്ക് ശേഷമാണ് ഏറ്റവും നല്ലത്, ചൂസ് ചെയ്യാൻ നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകൾ കണ്ട സൂര്യനൊക്കെ ആ മലയ്ക്ക് അപ്പുറത്തോട്ട് പോകാനുള്ള അങ്ങെത്തി സൂര്യൻ്റെ കാഴ്ചകളും കാര്യങ്ങളും, പിന്നെ താഴെ ഗാർഡൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് അതൊക്കെ ആസ്വദിച്ച് ഈ ഒരു വഴി മാത്രമാണ് മുകളിലേക്കുള്ളത്. ആ വഴിയിൽ കണ്ടില്ല എത്രത്തോളം തിരക്കാണ്. താഴോട്ടും മുകളിലേക്കും പോകാനുള്ള ആ ഒരു വഴിയാണ്. ഒരു തിക്ക് നാരോ ഒരു വഴിയാണത്. സ്റ്റെപ്പ് കയറി ഇറങ്ങി വേണം മുകളിലേക്കും താഴേക്കും പോകാൻ. ഒക്കെ ഒരു സ്ഥലത്ത് കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്ക് അവിടെ ഉണ്ട്. പിന്നെ ഏകദേശം ഒരു 6 മണിയോട് കൂടി ഇവർ എൻട്രി നിർത്തും. 6 മണി വരെയാണ് എൻട്രി ഉള്ളത്. അതിനുശേഷം പിന്നെ ഇതിനകത്ത് കയറിയ ആളുകൾ ഇതൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ക്ലോസ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നല്ല തിരക്കുള്ളൊരു സായാഹ്നം തന്നെ നമുക്കവിടെ ആസ്വദിക്കാൻ പറ്റി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഒരു കഫറ്റീരിയ ഉണ്ട്. ചായ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് കഴിക്കാവുന്നതാണ്.
പിന്നെ അത് കഴിഞ്ഞ് ഗാർഡനിലൂടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ടോയ്സും മറ്റും ഒക്കെ വാങ്ങാനുള്ള ചെറിയ ചെറിയ ഷോപ്പുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാലാണ് നമ്മുടെ യാത്ര നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. പിന്നെ നമ്മൾ വേറെ പരിപാടികളൊന്നുമില്ല, നേരെ പെരിന്തൽമണ്ണയിലേക്ക് വെച്ച് പിടിക്കുന്നു. പെരിന്തൽമണ്ണ ഒരു 9:30 കൂടി എത്തും. പെരിന്തൽമണ്ണ ഒരു 9:30 കൂടി എത്തി പിന്നെ നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞ് നാട്ടിലേക്ക് തിരിക്കുന്നു. ഇതാണ് നമ്മുടെ യാത്രയുടെ ഒരു ഷെഡ്യൂൾ. പറഞ്ഞ പോലെ തന്നെ ഏകദേശം അല്ല, കൃത്യം 9:30 തന്നെ യാത്ര തിരിച്ചെത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസ്, ഇനിയും ഒരുപാട് യാത്രാനുഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും. അപ്പോൾ നല്ല നല്ല കാഴ്ചകൾ കാണാനും നല്ല ഇതുപോലുള്ള യാത്രകളെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് കിട്ടാനൊക്കെ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എന്ത് കമൻറ്റ് ഇട്ടാലും അതൊക്കെ ഞാൻ വായിക്കുന്നതാണ്, കേൾക്കുന്നതാണ്, അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതാണ്. അപ്പോൾ നിങ്ങളെ പ്രോത്സാഹനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വീഡിയോ ഒക്കെ മനോഹരമായ രീതിയിൽ നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി ഗാർഡൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് സമയം ചിലവഴിക്കാനുള്ള ഊഞ്ഞാലുകൾ, കാര്യങ്ങൾ, പ്ലേ ഏരിയ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ചുറ്റി നടന്ന് കാണാനാണെങ്കിൽ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ആ ഒരു ഗാർഡൻ ഏരിയയിലേക്ക് ഞാൻ വല്ലാതെ പോയിട്ടില്ല. റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ടോയ്സൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുതിര സവാരി ഉണ്ട് കേട്ടോ. കുതിര സവാരി ഡാമിന് പുറത്ത് നമ്മുടെ നെല്ലിയാമ്പതിൻ്റെ ആ മെയിൻ റോഡിലാണുള്ളത്. അപ്പോൾ അതൊക്കെ ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഫുൾ എപ്പിസോഡ് എല്ലാവരും കാണണേ.